ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ മുന്നോട്ടുള്ള ലൈഫിലേക്ക് വരുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെക്കുറിച്ച് വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വന്ന ഒരു റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ബന്ധം എങ്ങനെ വേണം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഇമാജിനേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഇമാജിനേഷനേക്കാൾ ഉപരിയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് പ്രതീക്ഷകൾ തന്ന, അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അതായത് നമ്മളുടെ ലൈഫ് കളറാവുക എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം അത്രയേറെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വരിക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് ചേഞ്ചസ് ഈ ഒരു വ്യക്തിക്കും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ഒരു ഹെർമിറ്റ് എനർജിയാണ്. അതായത് ഇത്രയും നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലൗകികമായിട്ടുള്ള ഒരു എല്ലാ സുഖങ്ങളും നിങ്ങൾ മോഹിച്ച് കൊണ്ട് നടന്ന ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഇത്തരത്തിലേക്കൊരു എനർജിയിലേക്ക് പോലും നിങ്ങൾക്ക് മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യവും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പിന്നീട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും തമ്മിലുള്ള ഒരു അന്തരമാണ് നമ്മളെ കാണിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ടുണ്ടാവാം. പല രീതിയിൽ പല ഇമാജിനേഷൻസ് നിങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടാവാം. അതെല്ലാം തകർന്ന തരിപ്പണമായിട്ട് നിങ്ങൾ മറ്റൊരു രീതിയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ വേയിലൂടെ വരെ സഞ്ചരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് മറ്റെന്തോ എന്നുള്ളൊരു രീതിയിലാണ്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് വരുന്നതിന് മുൻപ് നിങ്ങൾക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കാനും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാനും ഒക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും മോശം സാഹചര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിന് പോലും സാധിക്കാതെയായി. അല്ലാന്നുണ്ടെങ്കിൽ തീർത്തും ഒറ്റപ്പെടുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള ഒറ്റപ്പെടൽ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒറ്റപ്പെടുക എന്ന് പറയുമ്പോൾ പല അവസരങ്ങളിലും മനുഷ്യർ ഒറ്റപ്പെടാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് സംഭവിച്ച ആ ഒരു വേദന, അല്ലെങ്കിൽ അത്രയും ആ ഒരു ഇമോഷണൽ പെയിൻ പോലും ഷെയർ ചെയ്യാൻ മറ്റൊരാളില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വിശ്വസിച്ച് പറയാനായിട്ട് പോലും ഒരാളില്ലാതെ ഒരുപാട് ദൂരം തനിയെ നടന്നിട്ടായിരിക്കും നിങ്ങളിപ്പോഴുള്ള ആ ഒരു പ്ലേസ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു സോൺ എന്താണോ അവിടെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന സമയം മുതൽ നാളിതുവരെയുള്ള ടിൽ നൗ ഇതുവരെയുള്ള ഒരു സമയം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഒരുപാട് കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോണ്ടാക്റ്റ് വളരെ ലെസ് കോണ്ടാക്റ്റിലേക്ക് മാറിയിട്ടുണ്ടാവാം. പഴയതുപോലെ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. അങ്ങനെ എന്ത് പ്രശ്നം തന്നെ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത് ഇവരിൽ നിന്നും ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു പെരുമാറ്റമാണ്. നിങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഈ ഒരു പേഴ്സൺ ആ ഒരു തരത്തിൽ നിങ്ങളോട് പ്രതികരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെരുമാറ്റം ഇവരിൽ നിന്ന് ഉണ്ടാവുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലവർക്ക് ഇത് ഒരുപാട് ഒരു വിശ്വാസവഞ്ചനയായിട്ട് തോന്നിയേക്കാം. അതായത് ആ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും സ്ട്രോങ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞതുപോലെ പ്രതീക്ഷകളോടുകൂടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നതുല്യമായിട്ട് കണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും നിങ്ങളോട് ചെയ്യും എന്ന് നിങ്ങൾ കരുതാത്ത കാര്യം ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഹേർട്ട്, അല്ലെങ്കിൽ
നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ ഒരു പേഴ്സൻ്റെ അഭാവത്തിനേക്കാൾ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എങ്കിലും അവർക്ക് എന്നോട് ഇതെങ്ങനെ ചെയ്യാനായിട്ട് തോന്നി എന്നുള്ള ആ ഒരു തോട്ടാണ് നിങ്ങളെ കൂടുതലും വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയാത്തതിനപ്പുറമായിട്ടുള്ള ഒരു വേദന തന്നിട്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്. അപ്പോൾ അവർ ആ ഒരു പഴയ അടുപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തീർത്തും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ആ ഒരു പഴയ വ്യക്തിയല്ല. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ലൈഫിൽ ഒറ്റപ്പെടൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു വേദന എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരുപാട് മാറ്റം വന്നിട്ട് കൂടിയും ഈ ഒരു വേദന, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്ത ഈ ഒരു വേദന നിങ്ങൾക്കിപ്പോഴും നിങ്ങളുടെ ഉള്ളിലൊരു ഉമിത്തി പോലെ കിടക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്തുണ്ട്. ഇത്രയും വലിയൊരു പെയിൻ തന്ന് നിങ്ങളുടെ ഹൃദയം കീറി മുറിച്ചിട്ടാണ് ഇവർ പോയിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു വ്യക്തിയോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വാക്കുകളിലൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ രണ്ടുപേരെയും കോമൺലി അറിയുന്ന ഏതെങ്കിലും വ്യക്തികളോട് ചിലപ്പോൾ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കിപ്പോൾ സ്നേഹമൊന്നുമില്ല, ഞാൻ അതിൽ നിന്നൊക്കെ മാറിപ്പോയിരിക്കുന്നു എന്ന് ആരോടെങ്കിലുമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ ഒരു വീഡിയോസിലെ കമൻറ്റ് പോലും നിങ്ങൾ ഇട്ടിട്ടുണ്ടാവാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ മനസ്സിനകത്ത് ആ ഒരു പേഴ്സൺ എന്നുള്ള വ്യക്തിയുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടൊരു സ്പേസ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്, ഇവരോടുള്ളൊരു സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പല രീതിയിലും ചിത്രീകരിച്ചിട്ടുണ്ടാവാം. അവരുടെ നിവർത്തികേട് കൊണ്ട് അവരങ്ങനെ കാണിച്ചതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അങ്ങനെ പല രീതിയിലും നിങ്ങൾ തന്നെ അവരെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. കാരണം അത്രമേൽ ഇഷ്ടമാണ് നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു പെയിൻ, അല്ലെങ്കിൽ ആ ഒരു ഹൃദയവേദന നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എന്താണ് അവർ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അങ്ങനെ ചെയ്യേണ്ടുന്നൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ എല്ലാവരെയും നമുക്ക് ബ്ലെയിം ചെയ്ത് പറയാൻ പറ്റില്ല. ഒരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ചിലവർ നിവർത്തികേട് കൊണ്ട് പോയവരായിരിക്കാം, ചിലവർ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പോയ വ്യക്തിയായിരിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇറങ്ങിപ്പോക്കിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. ഇവരെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ളൊരു അനുഭവം നിങ്ങൾക്കുണ്ടായി എന്നല്ലാതെ അതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് ഇപ്പോഴും ബാക്കിയുണ്ട്. ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് അറിയുന്നുണ്ടാവില്ല എന്തിനാണ് പോയിട്ടുള്ളത്, എന്തുകൊണ്ട് ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പൊയ്ക്കളഞ്ഞു എന്ന് പോലും അറിയാത്ത വ്യക്തികളുണ്ടാവാം. ചിലവർക്ക് അറിയായിരിക്കാം സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം പോയതാണോ അല്ലയോ എന്നുള്ളതറിയാം. എങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങളിൽ പലർക്കും ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യതയില്ല. പൂർണ്ണമായിട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. പൂർണ്ണമായിട്ട് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് 100% ഒരു അറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഞാൻ കബളിപ്പിക്കപ്പെട്ടതാണോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട് നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ അവർക്ക് നിങ്ങളോളം തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും ഒരു കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് അവരെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരു പഴയ സഹകരണം ഇല്ലാതെ ഇവർ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു റീസണായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എൻഡിങ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പോലും ഓർക്കാതിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ ഒരു എൻഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ പോയി കളയുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് അവിടെ അത്രയേറെ ഒരു സമ്മർദ്ദം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവർ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിച്ചത്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് അവർ പതിയെ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്ത് അത്ര പ്രാധാന്യം കൊടുക്കാതെ മറ്റൊരു വഴിയിലേക്ക് അവർ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു കാര്യം അവരുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു പക്ഷേ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സാഹചര്യം വന്ന് അവരുടെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് വന്നപ്പോൾ അവർ ആ ഒരു വഴി തിരഞ്ഞെടുത്തു. അപ്പോൾ നിങ്ങളും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും കൂടി നമ്മളൊന്ന് തുലനം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞാനിപ്പോൾ സ്വീകരിക്കേണ്ടത് എന്ന് ആലോചിച്ച് തന്നെയാണ് ആ ഒരു പേഴ്സൺ അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടെ ആയിരിക്കാം അവർ പോയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവരൊരുപാട് ആലോചിച്ച് ആ ഒരു രീതിയിലാണ് പോയിട്ടുള്ളത്.
ചില സമയത്ത് നമുക്കൊരു നിക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥ വരിക, അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്നതിൽ അധികം ഭാരമാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഇട്ട് കളയും. ഇപ്പം നമ്മളുടെ 2 കയ്യിലും ഭാരമുണ്ട്, അപ്പോൾ രണ്ടും നമുക്ക് വേണ്ടത് തന്നെയാണ്. പക്ഷെ നമുക്ക് തീരെ വയ്യ, അല്ലെങ്കിൽ നമ്മൾ വീഴാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ താഴെ വെച്ചെന്ന് വരും, ആ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരവിടെ താഴെ വെച്ചത് നിങ്ങളെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം അവർ ചെയ്തത് ശരിയായിട്ടില്ല, അല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം ശരിയായിട്ടില്ല എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് തന്നു പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പതിയെ നിങ്ങളിലേക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കട്ട് ചെയ്ത ഒരു അവസ്ഥയായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് കൂടുതലായിട്ടും പല കാര്യങ്ങളും നിങ്ങളോട് ഡിസ്ക്ലോസ് ചെയ്ത് പറയാനായിട്ട് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങളുടെയും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെയും ആ ഒരു സ്നേഹത്തിൻ്റെ വ്യത്യാസം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്ര നിങ്ങൾക്ക് താങ്ങാനാവാത്തൊരു ഭാരം വന്നു കഴിഞ്ഞാലും നിങ്ങൾ ആ ഒരു പേഴ്സണെ ഇട്ട് കളയില്ലായിരുന്നു, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു തരത്തിൽ നിങ്ങളൊരിക്കലും അവസാനിപ്പിച്ചു പോരില്ല, അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ളൊരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യില്ലായിരുന്നു. പക്ഷെ അവർക്ക് അങ്ങനെയുള്ളൊരു പ്രതിസന്ധി വന്നപ്പോൾ അവർ നിങ്ങളെയാണ് ഒഴിവാക്കിയത്, അല്ലെങ്കിൽ അവർ മറ്റൊരു മാർഗം ചൂസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ആരുടെ ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ആരുടെ ഒരു എനർജിയാണ് കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് തന്നെ നമുക്കവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്, മരിക്കുന്നതിനേക്കാളും വലിയൊരു വേദനയാണ് വിശ്വാസവഞ്ചന എന്നുള്ളത്. നമ്മൾ അത്രമേൽ ട്രസ്റ്റ് ചെയ്തിരുന്നൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവും എന്ന് കരുതി, അല്ലെങ്കിൽ അത്രയും നമുക്കൊരു വിശ്വാസമൊക്കെ തന്നൊരു വ്യക്തി ഏതെങ്കിലും ഒരു തരത്തിൽ നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പോലും നമുക്കത് ചതിയായിട്ടേ തോന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ളൊരു പെരുമാറ്റം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ഒരു വിഷമത്തിൻ്റെ തീവ്രത അവിടെ കൂടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാലങ്ങൾക്കിപ്പുറം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സംഭവങ്ങൾ ഇൻസിഡൻസൊക്കെ നടന്നിട്ട് ഇപ്പോൾ എത്ര നാളായോ, അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഒരു വീലിൻ്റെ കാർഡ് വന്നതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനകത്തും ഈ ഒരു മാറ്റത്തിൻ്റെ സ്വാധീനം കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ നിഗൂഢമായിട്ടിരുന്നിരുന്നത്, അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് അറിയാൻ ബാക്കിയുണ്ടായിരുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ ഇത്രയും നാളത്തെ ആ ഒരു പ്രാർത്ഥന, നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ട് തുറന്ന് സംസാരിക്കണം, എന്താണ് സംഭവിച്ചതെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് തരുന്നത് ഒരിക്കലും ഈ ഒരു വ്യക്തിയല്ല. നിങ്ങൾക്കിവിടെ ഈ ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കുള്ള എല്ലാ ഇൻഫോർമേഷൻസും തരാനായിട്ട് പോകുന്നത് ആ ഒരു യൂണിവേഴ്സ് തന്നെയാണ്. യൂണിവേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് തോന്നുന്നത്. നമുക്കിവിടെ ആ ഒരു ഫസ്റ്റ് ഡെക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഏസ് ഓഫ് വാൺസിൻ്റെയും അതുപോലെ തന്നെ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി കാണാം. തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങളാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ആവേശഭരിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രം ദ വെരി ന്യൂ ബിഗിനിങ് ആ ഒരു ഫ്രഷ് സ്റ്റാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത്രയധികം ആ ഒരു പാഷനേറ്റ് ആയിട്ട് ഇതിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ക്ലാരിറ്റിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെയാണോ മറഞ്ഞിരുന്നത് അതിനാണ് നമുക്കിനി ഒരു എന്താ പറയുക എക്സ്പോഷർ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു മൂവിങ് ഓൺ എനർജിയുടെ താഴെയാണ് ആ ഒരു ഏസ് ഓഫ് വാൺസ് വന്നിരിക്കുന്നത്. അതായത് ആ ഇതിൽ നിന്ന് തിരികെ പോയ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നടന്നകന്ന് പോയിട്ടുള്ള ആ ഒരു വ്യക്തിക്കാണ് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ളത്, അല്ലെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ആ ഒരു ലവേഴ്സ് കാർഡിൻ്റെ താഴെ വന്നിരിക്കുന്ന ആ ഒരു ജസ്റ്റിസ് നിങ്ങളുടെ റിലേഷൻഷിപ്പാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു സ്വപ്നതുല്യമായിട്ട് കൊണ്ടു നടന്നിരുന്ന ആ ഒരു റിലേഷൻഷിപ്പാണ്. അതിനാണ് ഒരു ജസ്റ്റിസ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ജസ്റ്റിസ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സാണ്. അപ്പോൾ ഇവരെന്തുകൊണ്ട് മാറിപ്പോയി, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് മാറിപ്പോയതെങ്കിലും അതിനൊക്കെ നിങ്ങൾക്കൊരു ഉത്തരം തരാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ കൊണ്ട് അതൊക്കെ തരിക്കാൻ പോകുന്നത് ആ ഒരു യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കണക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി അല്ലാതെ മറ്റൊരു ചോയ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്നത്തെയും ചോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. അവർ തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ മുൻപന്തിയിലുള്ളത്. പക്ഷേ ഈ ഒരു പേഴ്സൺ മറ്റൊരു ചോയ്സിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവരുടെ സാഹചര്യം കൊണ്ടായിക്കോട്ടെ, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയത് അത് നിങ്ങൾക്ക് തിരിച്ചു തരാനായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമുക്കൊരു നീതി തരേണ്ടത് കാലമാണ്. കാലം മായ്ക്കാത്ത മുറിവുകളില്ല, അല്ലെങ്കിൽ തെളിയിക്കാത്ത സത്യങ്ങളില്ല എന്ന് പറയുന്നത് പോലെ
ആ ഒരു കാലം നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് വന്നിരിക്കുന്നു. ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സത്യസന്ധത മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇവിടെ ആ ഒരു ഹൈ പ്രീസ്റ്റസ് കാർഡിന് താഴെയായിട്ടാണ് ഏസ് ഓഫ് സോർട്സിൻ്റെ എനർജി വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണോ ഇത്രയും നാൾ മറഞ്ഞു നിന്നത്, അല്ലെങ്കിൽ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇത്രയും നാൾ ഒളിഞ്ഞു നിന്നിരുന്നത്, അതിനാണ് ഒരു റിവിലേഷൻ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരുപാട് ക്ലാരിറ്റിയോടുകൂടി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ കടന്നു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണമായിട്ട് നിങ്ങൾക്കൊരു കോണ്ടാക്റ്റ് തരിക, അല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ട് പോവുക എന്നുള്ളതല്ല. അവരൊരുപാട് ആത്മാർത്ഥമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സൺ കാർഡ് പോലെ ഒരുപാട് പ്രകാശമായിട്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യമായിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ, അതുമായിട്ടാണ് ആ ഒരു പേഴ്സൺ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീകൺസിലിയേഷൻ അല്ലെങ്കിൽ ഒരു റിന്യൂവലിനായിട്ട് നമുക്ക് വാൺസിൻ്റെ എനർജി കാണാം, സോഡ്സിൻ്റെ എനർജി കാണാം, അതുപോലെ കപ്സ് കാണാം. അപ്പോൾ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടം വന്നപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനേക്കാൾ പ്രധാനമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ എങ്കിൽ കൂടിയും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എല്ലാ ആവേശത്തോടു കൂടിയും, അല്ലെങ്കിൽ എല്ലാ സ്നേഹത്തോടു കൂടിയും, എല്ലാ ക്ലാരിറ്റിയോടു കൂടിയാണ് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അവിടെ ആ ഒരു 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കാണാം. ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ആണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞതെന്നുള്ളത് ഒരു ഉത്തമ ബോധ്യം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് തന്നെ അറിയാം, അവരങ്ങനെ ഒരു സാഹചര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളെ കളഞ്ഞിട്ട് പോയത് ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നത് ശരിയായിട്ടില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയുന്നൊരു കാര്യമായിരുന്നു. മേ ബി അവർക്ക് അതിനെക്കുറിച്ച് നിങ്ങളോട് ആ ഒരു സമയത്ത് പറയാനോ, അല്ലെങ്കിൽ മറ്റൊരു തീരുമാനം എടുത്ത് നിങ്ങളെ വേദനിപ്പിക്കേണ്ട, കൂടുതൽ വേദനിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായാലും മതി മാറി നിന്നിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി കാണാം. അതേപോലെ തന്നെ അവസാനം വന്നിരിക്കുന്ന ആ ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതലൊരു ക്ലാരിറ്റി വേണം, നടന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിയണം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹിഡനായിട്ടുണ്ടായിരുന്നത് എല്ലാം റിവീൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഏതവസ്ഥയിൽ നിന്നാണോ നിങ്ങളെ വേദനിപ്പിച്ചിട്ട് പോയിട്ടുള്ളത് അതിലും പൂർവാധികം ശക്തിയായിട്ട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് നേരത്തെ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതിനേക്കാൾ മനോഹരമായിട്ടാണ് അവർ തിരിച്ചു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് തരുന്നത് യൂണിവേഴ്സാണ്. നമ്മളൊന്ന് പിടിച്ച് മേടിക്കുമ്പോഴല്ല, അറിഞ്ഞു വരുമ്പോഴാണ് അതിലൊരു സൗന്ദര്യം ഉണ്ടാവുക എന്ന് പറയും. അപ്പോൾ ആ ഒരു തരത്തിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് പോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങും കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സ്പ്രെഡ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നത് എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള കാര്യം വന്നിട്ടില്ല. തീർച്ചയായിട്ടും മറ്റൊരു സാഹചര്യം ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ അത് നിലനിർത്തേണ്ടത് കൊണ്ട് അവർ ഇതിൽ നിന്ന് പോയി എന്നുള്ളതേ നമുക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇതിനകത്ത് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടുന്നതിനായിട്ട് നമുക്ക് ക്ലൂസ് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ജെമിനായി സോഡിയാക് സൈൻ ആണ്. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്, ലെറ്റർ ബി, നമ്പർ 24, ലെറ്റർ ജി, number 2, number 23, Aries zodiac sign, letter C, Thrissur district, number 10, Capricorn zodiac sign, number 11, letter L, പുണർദം നക്ഷത്രം, രേവതി നക്ഷത്രം, letter K, number 9, ഭരണി നക്ഷത്രം, number 21, letter U, letter H, number 31, Taurus zodiac sign, and finally letter E.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക, നിങ്ങളുടെ എനർജി ആയിട്ട് ഇത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.